Good evening all. So next question is, write a program to check whether the given number is prime or not. ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അത് പ്രൈം ആണോ അല്ലയോ നമ്മൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്താണ് ഒരു പ്രൈം നമ്പർ എന്ന് നോക്കാം. ഒരു നമ്പറിനെ നമ്മുടെ കയ്യിൽ തരുവാണെങ്കിൽ ആ നമ്പർ പ്രൈം ആകണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിന് രണ്ട് ഡിവൈസസേ പാടുള്ളൂ. എന്താണ്, ഒരു നമ്പർ നമ്മുടെ കയ്യിൽ തരുവാണെങ്കിൽ ആ നമ്പർ പ്രൈം ആകണമെങ്കിൽ ആ നമ്പറിന് 2 ഡിവൈസസേ പാടുള്ളൂ. ആ ഡിവൈസസ് എന്തൊക്കെയായിരിക്കണം? മസ്റ്റായിട്ടും 1 എന്നുള്ളൊരു വാല്യൂ ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഗിവൺ നമ്പറും ആയിരിക്കണം. ഓക്കെ, സോ അപ്പോൾ നമുക്കൊന്ന് നോക്കാം. 1 എന്നുള്ളൊരു നമ്പർ എടുത്ത് നോക്കാം. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാകെ 1നെ നമുക്ക് 1 വെച്ച് മാത്രമല്ലേ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 1ന് 1 മാത്രമേ ഉള്ളൂ ഡിവൈസ്. അപ്പോൾ എന്താണ്, നമ്മുടെ കണ്ടീഷൻ അത് ഒബൈ ചെയ്യുന്നില്ല. സോ നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? ഒരു നമ്പർ നമ്മുടെ കയ്യിൽ തരുവാണെങ്കിൽ ആ നമ്പറിന് 2 ഡിവൈസസ് ഉണ്ടാവണം. പക്ഷേ 1ന് ആകെ എത്ര ഡിവൈസർ മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. സോ 1നെ നമുക്ക് എന്തിൽ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല? ഒരു പ്രൈം നമ്പറിൻ്റെ കാറ്റഗറിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് രണ്ടാമത്തെ നമ്പർ എടുത്ത് നോക്കാം. രണ്ടാമത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 എന്നുള്ള നമ്പർ എടുത്തു. ഓക്കെ, സോ 2 എന്നുള്ള നമ്പർ എടുക്കുകയാണെങ്കിൽ 2ന് നമുക്ക് 2 ഡിവൈസസ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അതായത് നമ്മൾ പ്രൈം നമ്പർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൺസ്ട്രെയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു നമ്പറിനും 1ഉം നമ്മുടെ ഗിവൺ നമ്പറും മാത്രമാണ് ഡിവൈസസ് എങ്കിൽ വി ക്യാൻ കോൾ ദാറ്റ് പർട്ടിക്കുലർ നമ്പർ ആസ് എ പ്രൈം നമ്പർ. നമുക്ക് എങ്ങനെ വിളിക്കാൻ പറ്റും? പ്രൈം നമ്പർ എന്ന് വിളിക്കാൻ പറ്റും. സോ 2ൻ്റെ കേസ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കേ. 2ന് ഏതൊക്കെയാണ് ഡിവൈസസ് വരിക? 2നെ നമുക്ക് 1 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 2 വെച്ചും ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 1 ഒരു ഡിവൈസറാണ്. നമ്മുടെ ഗിവൺ നമ്പറായിട്ടുള്ള 2ഉം എന്താണ്? ഒരു ഡിവൈസറാണ്. സോ വി ക്യാൻ ഡയറക്ട്ലി കോൾ ദിസ് വാല്യൂ 2 ആസ് എ പ്രൈം നമ്പർ. സോ 2 എന്ന് പറഞ്ഞാൽ ഏത് നമ്പറിൻ്റെ കാറ്റഗറിയിൽ വരും? പ്രൈം നമ്പറിൻ്റെ കാറ്റഗറിയിൽ വരും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നമ്പർ പിക്ക് ചെയ്ത് നോക്കാം. 3യെ നമുക്ക് എന്തൊക്കെ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 3യെ നമുക്ക് 3 വെച്ച് ഡെഫിനറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 1 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മുടെ ഗിവൺ നമ്പർ 3 ആണ്. ആ ഗിവൺ നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ 1 വെച്ചിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് നമ്പർ എടുക്കാം. 4 എടുക്കുമ്പോഴേക്കും 4 പ്രൈമിൻ്റെ കാറ്റഗറിയിൽ വരുമോ നോക്കണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? 4ൻ്റെ ഡിവൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 4നെ ഡിവൈഡ് ചെയ്യുന്നത് എന്താണ്? 1 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ 2 വെച്ചിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. പറ്റത്തില്ലേ? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് 4ന് നമ്മുടെ ഒരു പ്രൈം നമ്പർ ആകാനുള്ള കണ്ടീഷൻ എന്താണ്? 2 ഡിവൈസസേ വരാൻ പാടുള്ളൂ. അതിലൊരാൾ 1 ആയിരിക്കണം. സെക്കൻഡ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? നമ്മുടെ ഗിവൺ നമ്പറും ആയിരിക്കണം. പക്ഷേ ഇവിടെ ഇവരെ രണ്ടുപേരെയും കൂടാണ്ട് എക്സ്ട്രാ ആയിട്ട് ആരും കൂടെ വന്നിട്ടുണ്ട്? 2ഉം വന്നിട്ടുണ്ട്. സോ ദിസ് 4 ഈസ് നോട്ട് കമ്മിങ് അണ്ടർ ദ കാറ്റഗറി ഓഫ് പ്രൈം നമ്പർ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അടുത്ത് നമുക്ക് 5 ചെക്ക് ചെയ്ത് നോക്കാം. 5ൻ്റെ കേസിൽ 1 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വേറെ ആരും ഇല്ല ഇൻ ബിറ്റ്വീൻ 1 and 5. വേറൊരു ഡിവൈസസിനെ നമുക്ക് കിട്ടിയില്ല. സോ വി ക്യാൻ സേ ദാറ്റ് 5 ഈസ് ഓൾസോ എ കൈൻഡ് ഓഫ് പ്രൈം നമ്പർ അല്ലേ? ഇനി അതേപോലെ 6 നോക്കി. 6ന് എന്തൊക്കെ വന്നിട്ടുണ്ട്? 1 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം, 2, 3 and 6. സോ നമ്മുടെ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നില്ല. സോ 6 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. 7 എടുത്ത് നോക്കി, 1ഉം 7ഉം ആണ്. 8 എടുത്ത് നോക്കി, 1ഉം 2ഉം 4ഉം 8ഉം ഉണ്ട് ഡിവൈസസ് ആയിട്ട്. സോ 8 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. 8 ഒരു പ്രൈം നമ്പർ ആണോ? അല്ല. ഓക്കെ, അടുത്ത 9 എടുത്ത് നോക്കി. 9 ആരൊക്കെയുണ്ട് ഡിവൈസസ്? 1 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 9 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എഗെയിൻ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 9 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. ദെൻ 10 എടുത്ത് നോക്കി. 10നെ നമുക്ക് 1 വെച്ചും 2 വെച്ചും 5 വെച്ചും 10 വെച്ചും ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 10 ഈസ് നോട്ട് എ കൈൻഡ് ഓഫ് പ്രൈം നമ്പർ അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മളുടെ ഒരു നമ്പറിൻ്റെ സ്റ്റാറ്റസ്. നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? 1ഉം ആ ഗിവൺ നമ്പറും മാത്രമാണോ അതിൻ്റെ ഡിവൈസസ് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നൊരു ക്ലൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്പറിനെ എടുത്ത് നോക്കുന്ന സമയത്ത് ആ നമ്പറിന് ഡിവൈസസ് ഉണ്ടോ എന്ന് നോക്കണം. എവിടെ മുതൽ എവിടം വരെയാണ് നമുക്ക് ഡിവൈസസ് ഉണ്ടോ എന്ന് നോക്കണ്ടേ? നമ്മുടെ ഗിവൺ നമ്പർ നമ്മളിപ്പോൾ 5 ആണ് നമ്മുടെ നമ്പറായിട്ട് ചൂസ് ചെയ്യുന്നതെങ്കിൽ 5നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ആരൊക്കെയായിട്ടാണ്? 5ൻ്റെ റേഞ്ചിനകത്ത് വരുന്ന നമ്പേഴ്സ്. 5ൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മുതൽ 5 വരെയാണ് ഒരു 5ൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് അല്ലേ? അതിൽ നമ്മൾ ആരെയൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യണം? 1 വെച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കേണ്ട കാര്യമില്ല, 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കേണ്ട കാര്യമില്ല. സോ ഇൻ ബിറ്റ്വീൻ 1 and 5, 1നും 5നും ഇടയിൽ ഒരു വാല്യൂ, ഏതെങ്കിലും ഒരു നമ്പർ. ഓക്കെ, അത് 2 ആവാം, 3 ആകാം, 4 ആകാം. ഇവരിൽ എവിടെയെങ്കിലും നമുക്ക് 5ന് വെച്ചൊരു ഡിവിസിബിലിറ്റി ഉണ്ടാവുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഗിവൺ നമ്പർ ഈസ് നോട്ട് എ പ്രൈം നമ്പർ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മളെന്ത് പറയും? ഗിവൺ നമ്പർ ഈസ് നോട്ട് എ പ്രൈം നമ്പർ. നമുക്ക് കണ്ണുടച്ച് പറയാം, ഏത് നമ്പർ എടുത്താലും ആ നമ്പറിൻ്റെ ഡിവൈസസ് ആയിട്ട് ഉറപ്പായിട്ടും ആ നമ്പറും വരും, 1ഉം വരും. ഓക്കെ, അതൊരു കണ്ടീഷൻ വെച്ച് നമ്മൾ ചെക്ക് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് നോക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ 1000 എടുക്കുകയാണെങ്കിൽ 1000നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് എന്ന് കണ്ണുടച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ആരൊക്കെയാണ്? 1 വെച്ചും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 1000 വെച്ചിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവർ കൂടാണ്ട് 1നും 1000നും ഇടയിൽ, അതായത് 2 മുതൽ
999 വരെയുള്ള നമ്പേഴ്സിൽ ആർക്കെങ്കിലും ഈ 1000-ൽ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെങ്കിൽ ഡിവൈസസ് കിട്ടുവാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഗിവൺ നമ്പർ ഈസ് നോട്ട് എ പ്രൈം നമ്പർ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കണ്ടീഷൻ. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണ്, ഒരു നമ്പർ എടുത്താൽ ആ നമ്പറിൻ്റെ 1 മുതൽ n വരെയുള്ളതാണ് അതിൻ്റെ ഫുൾ റേഞ്ച് എന്ന് പറയുന്നത്. അതിനേക്കാളും ആ ഇൻ ബിറ്റ്വീൻ വാല്യൂവിൽ, സോ നമ്മൾ 5 എടുക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുന്ന ഇടുന്നതാണ് 2 മുതൽ 4 വരെ. ഓക്കെ, ഇനി നോക്ക്, ഇപ്പോൾ നമ്മൾ എടുക്കുന്ന നമ്പർ 9 ആണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന എവിടെ മുതലായിരിക്കും, 2 മുതൽ 8 വരെ. ഈ നമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു നമ്പറിൽ ഡിവിസിബിലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ഗിവൺ നമ്പർ ഈസ് നോട്ട് എ പ്രൈം നമ്പർ. ഗിവൺ നമ്പർ ഈസ് നോട്ട് എ പ്രൈം നമ്പർ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണ് വർക്കൗട്ട് ആവുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എടുക്കാൻ പോകുന്ന നമ്പർ, സപ്പോസ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന നമ്പർ എന്താണ്, 4 എടുത്ത് നോക്കാം. ഓക്കെ, 4 പ്രൈം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, 4 ഈസ് ദ നമ്പർ, 4 ആണ് നമ്മുടെ n എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, 4ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യണം. എവിടെ മുതൽ എവിടം വരെ നമുക്ക് ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാനുള്ളത്, ആദ്യം ആ നമ്പേഴ്സിൻ്റെ ലിസ്റ്റ് ജനറേറ്റ് ചെയ്യാം. നമുക്ക് 4 ആണ് നമ്മുടെ ഗിവൺ നമ്പറെങ്കിൽ ഉറപ്പായിട്ടും 1ഉം 4ഉം ഫാക്ടേഴ്സ് ആണ്. 1ഉം 4ഉം വെച്ചിട്ട് ഉറപ്പായിട്ടും നമുക്ക് 4നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതല്ലാണ്ട് ഏതെങ്കിലും നമ്പറിൽ ഡിവിസിബിലിറ്റി ജനറേറ്റ് ആവുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എടുക്കേണ്ട നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, 1നും 4നും ഇടയിലുള്ള നമ്പേഴ്സ് ആരൊക്കെയാണ്, 2 ചെക്ക് ചെയ്യണം, 3യും ചെക്ക് ചെയ്യണം, 2ഉം ചെക്ക് ചെയ്യണം, 3യും ചെക്ക് ചെയ്യണം. 4 mod 2 ഈക്വൽസ് 0 ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ 4 mod 3 ഈക്വൽസ് 0 ആണോ എന്ന് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ എവിടെയെങ്കിലും ഒരു ഡിവിസിബിലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൺക്ലൂഡ് ചെയ്യും, ഗിവൺ നമ്പർ ഈസ് നോട്ട് എ പ്രൈം നമ്പർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, 4 mod 2 എന്ന് പറയുന്നത് എന്താണ്, 4നെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഇറ്റ് ഈസ് ഡിവിസിബിൾ. സോ നമ്മൾ ഈ ഒരു കണ്ടീഷൻ നോക്കുന്ന സമയത്ത് എന്ത് കണ്ടു, 4 mod 2 ഈക്വൽ ടു 0. വാട്ട് ഇസ് ദാറ്റ് മീൻ, ദിസ് ഗിവൺ നമ്പർ 4 ഈസ് നോട്ട് പ്രൈം. 4 ഈസ് നോട്ട് പ്രൈം അല്ലേ? ഓക്കെ ആണോ? അപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ സേ ഈ ഒരു നമ്പർ എടുത്തു, അപ്പോൾ 4നെ നമ്മൾ നോക്കി, നമ്മളപ്പോൾ എന്ത് കണ്ടു, ആ ഗിവൺ നമ്പർ പ്രൈം അല്ല എന്ന് കണ്ടു, 4 ഈസ് നോട്ട് പ്രൈം എന്ന് കണ്ടു. ഓക്കെ, ഇനി സപ്പോസ് ഞാനിപ്പോൾ എടുക്കുന്ന നമ്പർ എന്താണെന്ന് വെച്ചു, 8 ആണെന്ന് വിചാരിച്ചു. 8 ആണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ട റേഞ്ച് എന്താണ്, 1നും 8ഉം ഒഴികെ ഉള്ള ഇൻ ബിറ്റ്വീൻ 1 and 8 ഉള്ള എല്ലാ നമ്പേഴ്സും നമുക്ക് ഡിവിസിബിലിറ്റിയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി എടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആരെയായിരിക്കും, 8 എടുക്കുവാണെങ്കിൽ നമുക്ക് 2 മുതൽ 3, 4, 5, 6, 7 വരെ നമുക്ക് പോകണം. എവിടം വരെ പോകണം, 2 മുതൽ 7 വരെ നമുക്ക് പോകണം. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഡിവിസിബിലിറ്റി ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ്, 8 mod 2 ഈക്വൽസ് 0 ആണെന്ന് നോക്കണം. 8 mod 3 ഈക്വൽസ് 0 ആണോ എന്ന് നോക്കണം. 8 mod 4 ഈക്വൽസ് 0 ആണോ എന്ന് നോക്കണം. 8 mod 5 ഈക്വൽസ് 0 ആണോ എന്ന് നോക്കണം. 8 mod 6 ഈക്വൽസ് 0 ആണോ എന്ന് നോക്കണം. 8 mod 7 ഈക്വൽസ് 0 ആണോ എന്ന് നോക്കണം എന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ആദ്യം നോക്കിയപ്പോൾ തന്നെ നമ്മൾ എന്താ കണ്ടത്, ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 8 mod 2 ഈക്വൽ ടു 0 ആണോ എന്ന് നോക്കി. അപ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റി എന്താണ്, ഈ 8 mod 2 ഈക്വൽ ടു 0. യെസ്, അതായത് 8നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 8 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. 8 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. 8 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇനിയുള്ള ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഈ ഇത്രയും കണ്ടീഷൻസ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ എപ്പോഴാണോ നമ്മൾ ഈ ഒരു ഡിവിസിബിലിറ്റി എൻകൗണ്ടർ ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള സ്റ്റെപ്പുകളെ നമുക്ക് എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്യേണ്ട, നമുക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങി വരണം. ഈ ഒരു കമ്പാരിസൺ പ്രോസസ്സ് നമ്മുടെ ലൂപ്പിൽ ഇനി നടക്കേണ്ട കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആരെ കൊടുക്കാം, ഒരു ലൂപ്പിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യിക്കണം, ഒരു ലൂപ്പിനെ നമുക്ക് കൺട്രോൾ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ പേരെന്താണ്, ഏത് ലൂപ്പ് കൺട്രോൾ വേരിയബിളാണ് യൂസ് ചെയ്യുന്നത്, ബ്രേക്ക് യൂസ് ചെയ്യും. ഏത് യൂസ് ചെയ്യും നമ്മൾ, ബ്രേക്ക് യൂസ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, ഡിവിസിബിലിറ്റി നോക്കിയിട്ട് ഡിവിസിബിലിറ്റി ഉണ്ടെങ്കിൽ അഥവാ നമ്മൾ മോഡ് ഒരു പർട്ടിക്കുലർ വാല്യൂ ചെയ്യുന്ന സമയത്ത് അവിടെ ഡിവിഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ഗിവൺ നമ്പർ ഈസ് നോട്ട് എ പ്രൈം നമ്പർ എന്ന് പറയും. എന്ന് പറയാം, നമ്മൾ ഗിവൺ നമ്പർ ഈസ് നോട്ട് എ പ്രൈം നമ്പർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ തവണ ഇപ്പം നോക്കിക്കേ, ഇപ്പം 8ൻ്റെ കേസ് എടുത്തു, 4ൻ്റെ കേസ് എടുത്തു. അതേപോലെ തന്നെ സപ്പോസ് ഞാനിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്ന നമ്പർ 9 ആണെന്ന് വിചാരിക്കാം. എന്താണ് നോക്കുന്നത്, 9 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 9 ആണെങ്കിൽ ഞാൻ ചെക്ക് ചെയ്യേണ്ടത് എവിടെ മുതൽ എവിടം വരെയാണ്, 2 മുതൽ എവിടം വരെ പോകണം, 2, 3, 4, 5, 6,
7, 8 വരെ പോകണം. 2 മുതൽ എവിടം വരെ പോകണം? 8 വരെ. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് കണ്ടു? 9 mod 2 ചെയ്ത് നോക്കി. 9 mod 2 = 0 ആണോ എന്ന് നോക്കണം. 9 mod 3 = 0 ആണോ എന്ന് നോക്കണം. എക്സെട്ര അപ് ടു നമുക്ക് എവിടം വരെ പോകണം? 9 mod 8 = 0 ആണോ എന്ന് നമുക്ക് നോക്കണം. അതല്ലേ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു? 9 mod 2 = 0 ആണോ എന്ന് നോക്കി. 9 mod 2 = 0 ആണോ? 9 mod 2 is not equal to 0 അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത നമ്പറിലേക്ക് പോയി നോക്കും. ദാറ്റ് ഈസ് 9 mod 3 = 0 ആണോ എന്ന് നോക്കും. 9 mod 3 = 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 9 is not a prime number. 9 is not a prime number എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റെപ്പിൽ തീരുമോ 2 സ്റ്റെപ്പിൽ തീരുമോ എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നമ്മളൊരു റിസൾട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, നമുക്കൊരു കൺക്ലൂഷനിലെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫ്ലാഗ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഫ്ലാഗ്. ഓക്കെ, ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഫ്ലാഗിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ എന്താക്കി മാറ്റും? ഒരു പർട്ടിക്കുലർ വാല്യൂയിലോട്ട് നമ്മളതിനെ അസൈൻ ചെയ്യും. സപ്പോസ് ഇപ്പോൾ ഫ്ലാഗ് എന്നൊരു വേരിയബിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ വേരിയബിളിൻ്റെ വാല്യൂ 0 ആയിരിക്കും നമ്മൾ ഇനിഷ്യലി സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു കണ്ടീഷൻ നമുക്ക് വേണ്ട ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫ്ലാഗിൻ്റെ വാല്യൂ നമ്മൾ എന്താക്കി കൊടുക്കും? ഈ വാല്യൂ ഒന്ന് മാറ്റി വേറൊരു വാല്യൂ കൊടുക്കും. സോ ഞാൻ ഇപ്പോൾ 0 അതിനെ ഞാൻ എന്താക്കി മാറ്റി? 1 ആക്കി മാറ്റി. അപ്പോൾ ഈ വാല്യൂ അല്ലെങ്കിൽ ഫ്ലാഗ് സെറ്റായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? സംതിങ് ഈസ് ഹാപ്പൻഡ് അല്ലേ? അതായത് ഇവിടെ വേരിയബിൾ നമ്മൾ ചെക്ക് ചെയ്യാനുള്ള എന്തോ ഒരു കണ്ടീഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെ ഈ ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആയിട്ടുണ്ടെങ്കിൽ വി വിൽ കൺക്ലൂഡ് സംതിങ്. അതിന് വേണ്ടി ഒരു കൺക്ലൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്ലാഗിനെ യൂസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരെണ്ണത്തെ മാത്രം നോക്കുന്നതുകൊണ്ട് ഒരിക്കലും നമുക്ക് പ്രൈം ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഒരു നമ്പറിനെ ഒരു പർട്ടിക്കുലർ നമ്പർ വെച്ച് മാത്രം കമ്പയർ ചെയ്യുമ്പോഴേക്കും ഗിവൺ നമ്പർ പ്രൈം ആണോ അല്ലയോ എന്നൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടീഷൻ എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിയുന്നില്ല. അപ്പോൾ എപ്പോഴാണോ ഈ ഒരു കണ്ടീഷൻ എൻകൗണ്ടർ ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി വരണം. ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന സമയത്ത് അവിടെ പോയി നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല എന്താണ് ഗിവൺ നമ്പർ പ്രൈം ആണോ അല്ലയോ എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സംഭവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളിനെ എടുത്തിട്ട് അതിൻ്റെ വാല്യൂ അങ്ങ് ചേഞ്ച് ചെയ്ത് കൊടുക്കും. സോ ഇനിഷ്യലി ഫ്ലാഗ് 0 ആയിരിക്കണം, എങ്കിലും നമുക്കതിനെ 1 ആക്കി കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടി നമുക്ക് 2 ആക്കാം, 10 ആക്കാം, 100 ആക്കാം. ഇഷ്ടമുള്ളൊരു സ്റ്റാറ്റസ് ചേഞ്ച് കൊടുക്കാമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ ആരെ യൂസ് ചെയ്ത് ചെയ്യുന്നത്? ഫ്ലാഗ് വെച്ചിട്ട് ചെയ്യുന്നത്. ഒരു സ്റ്റാറ്റസ് ഇൻഡിക്കേഷൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു നമ്പറിനെ പോയി നോക്കി ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലാഗ് സെറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി വരും. കാര്യം നമുക്ക് ബാക്കിയുള്ള എലമെൻസിനെ ഒന്നും നമുക്കിനി ചെക്ക് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു കണ്ടീഷൻ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? എപ്പോഴാണോ ഡിവിസിബിലിറ്റി സംഭവിക്കുന്നത് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഫ്ലാഗ് സെറ്റ് ചെയ്ത് നമ്മൾ പുറത്തിറങ്ങി വരും. അതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ ഈ ഒരു ഫ്ലാഗിൻ്റെ സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഗിവൺ നമ്പർ ഈസ് നോട്ട് പ്രൈം. ഗിവൺ നമ്പർ ഈസ് നോട്ട് പ്രൈം. ഗിവൺ നമ്പർ ഈസ് നോട്ട് പ്രൈം എന്നാണ് ഈ ഒരു ഫ്ലാഗ് വാല്യൂ നമുക്ക് തരുന്ന മെസ്സേജ്. ഓക്കെ, അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, സപ്പോസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുവാണ്, നിങ്ങളൊരു പെർമിഷൻ ലെറ്റർ ഉണ്ട്, നിങ്ങൾക്ക് നേരത്തെ വീട്ടിൽ പോകണം. അപ്പോൾ എന്ത് ചെയ്യുവാണ്? നിങ്ങൾ ആ പെർമിഷൻ ലെറ്റർ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോയിട്ട് HODയുടെ പെർമിഷൻ വാങ്ങിയിട്ട് തിരിച്ചു വരാൻ പറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ ലെറ്ററുമായിട്ട് നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് HODയൊക്കെ സംസാരിച്ചിട്ട് നിങ്ങളിങ്ങ് തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് 2 കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് HODയെ കാണാം, അല്ലെങ്കിൽ നിങ്ങൾ കാണാതിരിക്കാം. കാണുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ മേക്ക് ഷുവർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ചുമ്മാ നിങ്ങളുടെ അടുത്ത് ചോദിക്കുവാണ്, നിങ്ങൾ HODയെ കണ്ടോ എന്ന്. അപ്പോൾ നിങ്ങൾ പറയും കണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എനിക്കതിന് പ്രൂഫൊന്നുമില്ല. നിങ്ങൾ HODയെ കണ്ടെങ്കിൽ എനിക്കതിന് പ്രൂഫൊന്നുമില്ല. സപ്പോസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുവാണ്, നിങ്ങളൊരു പെർമിഷൻ ലെറ്റർ എഴുതിയിട്ട് HODയെ പോയി കണ്ട് HODയുടെ കയ്യിൽ നിന്ന് സൈൻ വാങ്ങിച്ചിട്ട് തിരിച്ചു പോകാമെന്ന് പറയുക. അപ്പോൾ നിങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് സാറിൻ്റെ സൈൻ ഉണ്ടോ എന്ന് ഞാൻ എന്ത് ചെയ്യും? വെരിഫൈ ചെയ്ത് നോക്കും. എപ്പോഴാണ്? നിങ്ങൾ HODയെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു റിക്വസ്റ്റ് ലെറ്ററിനകത്ത് സാറ് സൈൻ ചെയ്ത് തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എനിക്ക് ആ സൈൻ ചെയ്ത് തന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം മാത്രം എനിക്ക് വെരിഫൈ ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എപ്പോഴാണോ ഡിവിസിബിലിറ്റി സംഭവിക്കുന്നത്, ഒരു വേരിയബിളിന് ഡിവിസിബിലിറ്റി സംഭവിക്കുന്നത്, ഒരു നമ്പറിന് ഡിവിസിബിലിറ്റി സംഭവിക്കുന്നത്, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സൈൻ ചെയ്യുന്ന പ്രോസസ്സ്, അതായത് നമ്മളുടെ ഫ്ലാഗിനെ നമ്മളങ്ങ് സെറ്റ് ചെയ്യും. വാട്ട് ഈസ് ദാറ്റ് മീൻ? ഇവിടെ നമ്മൾ ഒരു വെരിഫിക്കേഷന് വേണ്ടി നമ്മളൊരു സംഭവം യൂസ് ചെയ്യുക. ഞാൻ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലെറ്ററിനകത്ത് സാറിൻ്റെ സൈൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫ്ലാഗ് എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ നമ്മളൊന്ന് റീസെറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായി? ഒരു പ്ലെയിൻ പേപ്പർ ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലെറ്റർ ആയിരുന്നു കൊടുത്ത് സാറിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നത്. സാർ അതിനകത്ത് സൈൻ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു പേപ്പറിനകത്ത് മോഡിഫിക്കേഷൻ വരുത്തി. ആ മോഡിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദാറ്റ് സിഗ്നിഫൈസ്?
അത് സിഗ്നിഫൈ ചെയ്യുന്ന കാര്യം എന്താണ്? ഉറപ്പായിട്ടും നിങ്ങൾ സാറിനെ കണ്ട് സാറിൻ്റെ പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു റിസൾട്ട് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആരെ യൂസ് ചെയ്യാം? ഈ ഫ്ലാഗ് എന്നുള്ള വേരിയബിളിനെ യൂസ് ചെയ്യാം. അതങ്ങനെ തന്നെ മനസ്സിലാക്കി വെച്ചിരിക്കണേ. ഒരു സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ ആയിട്ടാണ് ഇവിടെ ആര് ആക്ട് ചെയ്യുന്നത്? ഫ്ലാഗ് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചന്ദ്രനിലൊക്കെ പോയിട്ട് നമ്മൾ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? അവിടെ ഒരാൾ എത്തി എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫല്ലേ ഇത്? ഓക്കെ, ഇപ്പോൾ നമ്മൾ HOD കണ്ടെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫല്ലേ നമ്മൾ ആ ലെറ്ററിനകത്ത് വാങ്ങിക്കുന്ന സൈൻ? അതേപോലെ തന്നെ നമ്മുടെ ഒരു പ്രോസസ്സ് നടന്നു, ഹാപ്പൻ ചെയ്തു എന്ന് കാണിക്കുന്ന ഒരു പ്രൂഫായിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? ഫ്ലാഗ് എന്നുള്ള വേരിയബിളിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ പ്രോഗ്രാമിലേക്ക് പോകാം. പ്രോഗ്രാമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ആദ്യമേ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മോഡ് വാല്യൂ ചെക്ക് ചെയ്യുക, മോഡ് വാല്യൂസ് ചെക്ക് ചെയ്യുക. മോഡ് വാല്യൂസ് വെച്ചിട്ട് നമ്മൾ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ആദ്യത്തെ കേസിൽ നമ്മളെടുത്ത നമ്പറിൻ്റെ വാല്യൂ എത്രയാണ്? 8 ആണ്. അപ്പം സപ്പോസ് നമ്മൾ പറയുവാണ് ഇൻപുട്ട് എൻ്റർ ദ നമ്പർ എന്ന് പറയുവാണ്, വിച്ച് ഈസ് ടു ബി ചെക്ക്ഡ് ഫോർ ദ വെദർ ദ നമ്പർ ഇസ് പ്രൈം ഓർ നോട്ട്. ഓക്കെ, അപ്പോൾ എന്നിനെയാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്, പ്രൈം ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി. അപ്പം ഇരിപ്പുണ്ട്. അപ്പോൾ ആണ് വരുന്നതെങ്കിൽ എന്നിനെ നമുക്ക് എന്ത് ചെയ്യണം? എന്നിൻ്റെ ഡിവിസിബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്യണം. ആരുമായിട്ടാണ് ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യേണ്ടത്? 2 മുതൽ 3 മുതൽ 4, 5, 6, 7 വരെയുള്ള നമ്പേഴ്സുമായിട്ടുള്ള ഡിവിസിബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മോഡിന് ശേഷം കൊടുത്തേക്കുന്നത് ഒരു സീക്വൻസ് ആണ് അല്ലേ? അതായത് 8 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിവൺ n, അതിനുശേഷം നമ്മൾ എന്ത് എഴുതി കൊടുത്തേക്കുന്നുണ്ട്? കുറേ മോഡ് എഴുതി കൊടുക്കുന്നുണ്ട്. മോഡ്, ആ മോഡിന് ശേഷം വരുന്നത് എന്താണ്? 2, 3, 4, 5, 6, 7 വരെയുള്ള ഒരു സീക്വൻസ് ആണ്, ഒരു റേഞ്ച് ഓഫ് നമ്പേഴ്സാണ്. അപ്പോൾ അതിനെ കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? റേഞ്ച് യൂസ് ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് ആരെ യൂസ് ചെയ്യാം? റേഞ്ച് യൂസ് ചെയ്യാം. റേഞ്ച് എവിടെ നിന്നാണ് ബിഗിൻ ചെയ്യുന്നത്? എല്ലാ 9 ആയിക്കോട്ടെ, 10 ആയിക്കോട്ടെ, 100 ആയിക്കോട്ടെ, 4 ആയിക്കോട്ടെ, എല്ലാ കേസിലും നമ്മുടെ റേഞ്ചിൻ്റെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ആരുടെ ഡിവിസിബിലിറ്റി ആയിട്ടാണ്? ഏത് നമ്പറിൻ്റെ ഡിവിസിബിലിറ്റിയാണ് ചെക്ക് ചെയ്യേണ്ടത്? 2ൻ്റെ. അപ്പോൾ റേഞ്ചിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 ആയിരിക്കും. ഇനി എവിടം വരെ പോവും? 8 ആണെങ്കിൽ 7 വരെ, 4 ആണെങ്കിൽ 3 വരെ, 9 ആണെങ്കിൽ 8 വരെ. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഇത് n ആണെങ്കിൽ എവിടം വരെ പോകണം? n-1. n-1 ആണല്ലോ നോർമലി ഒരു റേഞ്ചിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 ആണ് കൊടുക്കുന്നതെങ്കിൽ 2 to n വരെ. 2 to n എന്ന് പറഞ്ഞാൽ ഇൻഎഫക്റ്റിൽ നമുക്ക് പോകുന്ന എവിടം വരെ ആയിരിക്കും? 1 ലെസ് ദാൻ n വരെ. ഇപ്പോൾ നമുക്ക് n-ൻ്റെ വാല്യൂ 3 ആണെങ്കിൽ നമ്മൾ എവിടം വരെ പോകും? n-ൻ്റെ വാല്യൂ 4 ആണെങ്കിൽ നമ്മൾ എവിടം വരെ പോകും? 2 മുതൽ 3 വരെ അല്ലേ? ഇപ്പോൾ n-ൻ്റെ വാല്യൂ 9 ആണെങ്കിൽ നമ്മൾ എവിടം വരെ പോകും? 2 മുതൽ 8 വരെ. അതല്ലേ റേഞ്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും അപ്പർ ബൗണ്ടിനേക്കാൾ 1 വരെയല്ലേ, 1 ലെസ് ദാൻ ആയിട്ടല്ലേ ജനറേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ 2 to n വരെയാണ് നമുക്ക് റേഞ്ച് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫോർ ലൂപ്പിൽ നമുക്ക് ആ ഒരു വേരിയബിളിനെ സെറ്റ് ചെയ്തെടുക്കാം, ഫോർ i ഇൻ റേഞ്ച്. ഓക്കെ, അപ്പോൾ 2 മുതൽ n വരെയുള്ള വാല്യൂസ് എവിടെ വരും? ഐയിൽ വരും. എവിടെ വരും? ഐയിൽ വരും. ഓക്കെ, ഈ ജനറേറ്റ് ചെയ്യുന്ന ഓരോ ഐയെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മോഡ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. നോക്കിക്കേ, ഇവിടെ ഓരോ തവണ നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെയാണ്? ഐ വാല്യൂസിനെയാണ്. ആരെയാണ് യൂസ് ചെയ്യുന്നത്? ഐ വാല്യൂസിനെയാണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ ജനറലൈസ് ചെയ്ത് എഴുതാം? 8 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആരാണ്? 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗിവൺ നമ്പറാണ്. സോ എന്ത് ചെയ്തു? ഞാൻ n എന്ന് എഴുതി. ഓക്കെ, n എഴുതി. പിന്നെ ഐയുടെ വന്നത് 2, 3, 4, 5, 6, 7 എന്ന് പറഞ്ഞാൽ ആരാണ്? ഐയിൽ ജനറേറ്റ് ചെയ്യുന്ന വാല്യൂ ആണ്. സോ n മോഡായി ഈക്വൽ ടു 0 ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ നമ്മളതിനെ എങ്ങനെ എഴുതും? n മോഡായി ഈക്വൽ ടു 0 ആണോ? അപ്പോൾ നമ്മൾ ആരെ യൂസ് ചെയ്യണം? ഇഫ് എന്ത് കൊടുക്കണം? n മോഡ് ഐ ഈക്വൽ ടു 0, അതായത് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ നമുക്ക് ഇതാണ് നമ്മുടെ ഗിവൺ നമ്പറിനെ നോട്ട് പ്രൈം ആക്കുന്ന കണ്ടീഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് പ്രൈം ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്തണം. എന്താണ്? ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ള നമ്പേഴ്സിന് ഇനി നോക്കാനേ പാടില്ല. ഒരു നമ്പറിനകത്ത് ഡിവിസിബിലിറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കിയുള്ള നമ്പറിലേക്ക് നോക്കി പോകേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ആ ലൂപ്പിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി വരണം. ആ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി വരണം. സോ ഇതാണ് നമ്മുടെ ബേസിക് അല്ലെങ്കിൽ കോറായിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോകാം. അപ്പം വി വാണ്ട് ടു ചെക്ക് വെദർ ദ ഗിവൺ നമ്പർ ഈസ് പ്രൈം. അപ്പം ഏത് നമ്പറാണെന്ന് തന്നിട്ടുണ്ടോ? ഇല്ല. സോ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. എന്ത് വാങ്ങിക്കണം? ഒരു നമ്പർ വാങ്ങിക്കണം. ഏത് നമ്പറാണ് വാങ്ങിക്കേണ്ടത്? ഈ പ്രൈം ചെക്ക് ചെയ്യാനുള്ള നമ്പർ. അപ്പോൾ നമ്മൾ എന്ത് പറയാം? ഇൻപുട്ട് എൻ്റർ ദ നമ്പർ. ഓക്കെ, ഈ നമ്പറിനെയാണ് നമ്മളിനി പ്രൈമാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. എൻ്റർ ദ നമ്പർ അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻറ്റീജറാണ്. സോ ഞാൻ ടൈപ്പ് കാസ്റ്റ് ചെയ്യണം. സോ ഇൻപുട്ട് ഓഫ് എൻ്റർ ദ നമ്പർ. അതിനെ ഞാൻ എവിടെ സൂക്ഷിച്ചു? എന്നിൽ സൂക്ഷിച്ചു. ഇഷ്ടമുള്ളതിൽ നമ്മെന്നോ എന്നെന്നോ എക്സെന്നോ വൈന്നോ എന്നോ ബിന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാമേ. അപ്പോൾ എന്ത് ചെയ്തു? നമ്പറിനെ ഇൻപുട്ട് ചെയ്ത് തന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ആ നമ്പറിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യണം ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റിപ്പീറ്റഡ് ഓപ്പറേഷൻ ആയതുകൊണ്ട് നമുക്ക് ആരെ യൂസ് ചെയ്യാം? 4 യൂസ് ചെയ്യാം. സോ 4 i ഇൻ
റേഞ്ച് എവിടെ മുതലാണ് നമ്മൾ പോകുന്നത്? എപ്പോഴും തുടങ്ങുന്നത് 2-ലായിരിക്കണം, എൻഡ് ചെയ്യുന്നത് എവിടെ ആയിരിക്കണം? n-1-ലായിരിക്കണം. അപ്പോൾ നമ്മൾ റേഞ്ചിൻ്റെ സ്പാൻ എവിടെ തൊട്ട് എവിടെ വരെ കൊടുത്തു? 2 മുതൽ n വരെ കൊടുത്തു. ഫോർ i in range 2 to n. അവിടെ നമുക്ക് എന്താ ചെക്ക് ചെയ്യാനുള്ളത്? ഡിവിസിബിലിറ്റി. ആരുടെ ഡിവിസിബിലിറ്റിയാണ് ചെക്ക് ചെയ്യേണ്ടത്? n-നെ i വെച്ച്, നമ്മുടെ ഗിവൺ നമ്പറിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാമെന്ന് നോക്കണം. നമുക്ക് ഈ കിട്ടുന്ന ഓരോ i വെച്ചിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ദാറ്റ് ഈസ് n mod i equal to 0. നമ്മൾ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ഇഫ് n mod i equal to 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉദ്ദേശിച്ച കണ്ടീഷൻ അവിടെ വന്നെങ്കിൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? ഇഫിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും? ഫ്ലാഗിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യും. ഫ്ലാഗ് ഇസ് ഈക്വൽ ടു 1 കൊടുത്തു. ഇവിടെ ഫ്ലാഗ് 1 കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി ഫ്ലാഗിൻ്റെ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആക്കി കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ബാക്കിയുള്ള നമ്പേഴ്സിനെ നോക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ വൺസ് HOD കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കറങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് ഉടനെ തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് ബ്രേക്ക് എടുത്ത് നമുക്ക് നമ്മുടെ മെയിൻ ബ്ലോക്കിലേക്ക് വരാം. ദാറ്റ് ഈസ് ഫ്ലാഗ് ഇസ് ഈക്വൽ ടു 1 ആക്കി നമ്മൾ എന്ത് ചെയ്യണം? ബ്രേക്ക് കൊടുക്കണം അല്ലേ? സോ ബ്രേക്ക് കൊടുത്ത് പുറത്തിറങ്ങി. കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ ഈ ഒരു ലൂപ്പിനകത്ത് എന്താ സംഭവിച്ചതെന്നുള്ളത് അറിയാനായിട്ട് നമ്മൾ ആരെ നോക്കിയാൽ മതി? ഫ്ലാഗിനെ പോയി നോക്കിയാൽ മതി. പോയി നോക്കിയാൽ മതി? ഫ്ലാഗിനെ പോയി നോക്കിയാൽ മതി. ഫ്ലാഗ് 0 ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഇഫിനകത്ത് കയറിയിട്ടുണ്ടാവില്ല. ഈ ഇഫിനകത്ത് കയറിയാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആവത്തുള്ളൂ അല്ലേ? അപ്പോൾ ഫ്ലാഗിൻ്റെ വാല്യൂ 0 ആയിട്ടാണ് ഇപ്പോഴും ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു കണ്ടീഷൻ അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിവൺ നമ്പർ പ്രൈം ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ സംഭവിക്കുന്നത് എപ്പോഴായിരിക്കും? നോട്ട് പ്രൈം ആകുമ്പോഴാണ് ഡിവിസിബിലിറ്റി ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ നോട്ട് പ്രൈം ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മളിനി ആരുടെ കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതി? ഫ്ലാഗിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതി. ഫ്ലാഗിൻ്റെ സ്റ്റാറ്റസ് 0 ആണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് എന്താണ്? ഈ കണ്ടീഷൻ അവിടെ സംഭവിച്ചിട്ടില്ല, അതായത് ഡിവിസിബിലിറ്റി നടന്നിട്ടില്ല. ഡിവിസിബിലിറ്റി നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്താവത്തുള്ളൂ? ഫ്ലാഗിൻ്റെ വാല്യൂ സെറ്റ് ആവത്തുള്ളൂ. ഒരു നമ്പറിനെ വേറൊരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിവൺ നമ്പർ ഈസ് നോട്ട് പ്രൈം. അതവിടെ സംഭവിച്ചു. ഗിവൺ നമ്പർ ഈസ് നോട്ട് പ്രൈം. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം? ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? ഫ്ലാഗിൻ്റെ സ്റ്റാറ്റസ് നോക്കും. ഫ്ലാഗിൻ്റെ സ്റ്റാറ്റസ് ഇനിഷ്യലി എന്തായിരുന്നു? 0 ആയിരുന്നു. ഫ്ലാഗിൻ്റെ സ്റ്റാറ്റസ് മാറിയിട്ടുണ്ടോ എന്ന് നോക്കണം. മാറുക എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എന്തായിട്ടാണ്? 1 ആയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫ്ലാഗ് ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഗിവൺ നമ്പർ ഈസ് നോട്ട് പ്രൈം. അല്ല എങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും? ഫ്ലാഗിൻ്റെ വാല്യൂ 0 ആണ് ഇനിഷ്യലി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മൾ പ്രിൻറ്റ് ചെയ്യും ദ ഗിവൺ നമ്പർ ഇസ് പ്രൈം എന്നും പറഞ്ഞ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം, അല്ല നമുക്കത് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഇനി നമുക്ക് ഈ ഒരു പ്രോഗ്രാം എങ്ങനെയാണ് എക്സിക്യൂട്ട് ആവുന്നത് നോക്കാം. സപ്പോസ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം വരുന്നത് എന്താണ്? ഫ്ലാഗിൻ്റെ വാല്യൂ എന്തായിട്ട് നമ്മൾ സെറ്റ് ചെയ്യും? 0 ആയിട്ട് സെറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത് എന്താണ്? എന്നിലേക്ക് ഒരു വാല്യൂനെ റിസീവ് ചെയ്യും. ഓക്കെ, അപ്പോൾ യൂസർ തരുന്ന വാല്യൂ 4 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 4 വെച്ചിട്ട് നമ്മൾ ഈ ഒരു എൻ്റെ വാല്യൂ 4 നമ്മൾ 4 എന്നുള്ള ലൂപ്പിലോട്ട് നമ്മൾ കയറും. അവിടെ ചെയ്യുന്നത് എന്താണ്? 4-ൽ നമ്മൾ ഐയിലേക്ക് റേഞ്ച് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ വാല്യൂസാണ്? ഗിവൺ റേഞ്ച് 2 മുതൽ നമുക്ക് പോകേണ്ട ഇടം വരെയാണ് 2 to n എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ എന്താണ്? 4 ആണ്. റേഞ്ച് ആയതുകൊണ്ട് ഈ ലാസ്റ്റ് നമ്പറിനേക്കാൾ ഒരു നമ്പർ ലെസ് ദാനായിട്ടേ നമുക്ക് ജനറേറ്റ് ചെയ്ത് വരത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താണ്? 4-നേക്കാൾ ഒരു നമ്പർ ലെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 വരെ. സോ 2-ലും 3-ലുമാണ് നമുക്ക് 4 ഇനി സ്പാൻ ചെയ്യേണ്ടത് അല്ലേ? അവിടെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് എന്താണ്? ഇവിടെ നമ്മൾ 4-നകത്ത് ആദ്യം നമ്മൾ ഇഫ് കണ്ടീഷൻ കാണും. അവിടെ ചെയ്യുന്ന കാര്യം എന്താണ്? ഓൾറെഡി ഉള്ള എന്നിൻ്റെ വാല്യൂ n mod i. ഐയുടെ ഫസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. സോ 2 ഈക്വൽ ടു 0 ആണെന്ന് ചെക്ക് ചെയ്യും. 4 mod 2 ഈക്വൽ ടു 0 ആണോ? യെസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇഫ് എന്നുള്ള കണ്ടീഷനകത്തേക്ക് ചെല്ലും. അവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്ന വാല്യൂ എന്താണ്? ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആക്കും. അപ്പോൾ ഇനീഷ്യലി ഫ്ലാഗിൻ്റെ വാല്യൂ 0 ആയിരുന്നു. ഫ്ലാഗ് ഇപ്പോൾ എന്തായി മാറി? 1 ആയി മാറി. അതിനുശേഷം നമ്മൾ എന്തിനെ കണ്ടു? ബ്രേക്കിനെ കണ്ടു. സോ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വി വിൽ എക്സിറ്റ് ഫ്രം ദ ലൂപ്പ്. ബ്രേക്കിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിറ്റ് ഫ്രം ദ ലൂപ്പ്. സോ നമ്മൾ ലൂപ്പിനകത്തുനിന്ന് പുറത്തിറങ്ങി വരും. ലൂപ്പിനകത്തുനിന്ന് പുറത്തിറങ്ങി വരാമെന്ന് പറഞ്ഞാൽ എന്താണ്? ലൂപ്പിനകത്തുള്ള കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ. ഇത്രയും ലൂപ്പിനകത്ത് നടക്കുന്ന കാര്യമാണ്. ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ലൂപ്പിന് തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അവിടെ നമ്മൾ കാണുന്ന ആരാണ്? ഇഫിനെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നേരെ ലൂപ്പിന് പുറത്തുള്ള ഇഫിലേക്ക് പോകും. അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? ഫ്ലാഗിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്? 1 ആണ്. 1 ഈക്വൽസ് 1 ആണോ നോക്കും. 1 ഈസ് ഡെഫിനറ്റ്ലി ഈക്വൽ ടു 1 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇഫിനകത്തേക്ക് കയറി അവിടെ നമ്മൾ എന്ത് ചെയ്യും? പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുവാണ്. എന്താ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? ഗിവൺ നമ്പർ ഈസ് നോട്ട് പ്രൈം എന്നുള്ള മെസ്സേജ് യൂസറിന് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും. ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദ പ്രോഗ്രാം. ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിളൂടെ വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്ത് നോക്കാം. സപ്പോസ് ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ 9 ആണെന്ന് വിചാരിക്കുക. എന്നിൻ്റെ വാല്യൂ 9 ആണെങ്കിൽ 9 ആണെന്ന് വിചാരിക്കുക. എന്നിൻ്റെ വാല്യൂ 9. ഓക്കെ, സോ പ്രോഗ്രാമിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴേക്കും ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ്? ഫ്ലാഗിൻ്റെ വാല്യൂ നമ്മൾ 0 ആക്കി മാറ്റും. ഇവിടെ ചെയ്ത പോലെ തന്നെ ഫ്ലാഗിൻ്റെ വാല്യൂ 0 ആക്കി മാറ്റി. n എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടം വരെയാണ് എന്നിൻ്റെ വാല്യൂ 9 ആയതുകൊണ്ട് നമ്മൾ റേഞ്ച് ചെയ്യുന്നത് 2, 3, 4, 5, 6, 7, 8 വരെ നമ്മൾ പോകും അല്ലേ?
ഇനി നമുക്ക് ഫോർ ലൂപ്പ് എടുക്കാം. സോ ഫോറിൽ നമ്മൾ ഐയിലേക്ക് സെറ്റാവുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? 2 മുതൽ 8 വരെയുള്ള വാല്യൂസ്. ഓക്കെ, ഓരോന്ന് 1 by 1 ആയിട്ട്. അവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഇഫിനകത്തേക്ക് കയറും. നമ്മുടെ ലൂപ്പിങ്ങിനല്ലേ, അത് കഴിഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ ഇഫിനകത്തേക്ക് കയറും. അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇഫ് എന്നിൻ്റെ വാല്യൂ എന്താണ്? 9 മോഡ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? 2 = 0 ആണെന്ന് ചെക്ക് ചെയ്യും. 9 മോഡ് 2 = 0 ആണോ? അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഇതിനകത്തേക്ക് നമ്മൾ കയറില്ല. ഇഫിനകത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫ്ലാഗിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യുന്നതും ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതും ഇഫിനകത്താണ്. അത് സംഭവിക്കാതെ നമ്മൾ നേരെ എന്ത് ചെയ്യും? നെക്സ്റ്റ് ലൂപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കയറും. കാര്യം ലൂപ്പിനകത്തൊന്നും പുറത്തിറങ്ങിയിട്ടില്ല, കണ്ടീഷൻ ഇപ്പോഴും സ്റ്റിൽ നമ്മുടെ റേഞ്ചിനകത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും ലൂപ്പിനകത്തേക്ക് കയറും. ആ സമയത്ത് 2ൻ്റെ വാല്യൂ മാറി ലൂപ്പിൽ സെറ്റാവുന്ന വാല്യൂ എന്തായിരിക്കും? 3 ആയിരിക്കും. സോ നൗ വി ആർ എൻറ്ററിങ് വിത്ത് ദ വാല്യൂ. അതിലുള്ള വാല്യൂ എന്തായി മാറി? 3 ആയി മാറി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ 3 നമ്മൾ ഇഫ് കണ്ടീഷനകത്തേക്ക് പോകും. 9 മോഡ് 3 = 0 ആണെന്ന് ചെക്ക് ചെയ്യും. യെസ് അല്ലേ. 9 മോഡ് 3 = 0 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ലൂപ്പിനകത്ത് ഉള്ള ഇഫിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകും. അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആക്കും, ബ്രേക്ക് അപ്ലൈ ചെയ്യും. സോ നമ്മൾ എന്ത് ചെയ്തു? ഫ്ലാഗിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം? 1 ആക്കി മാറ്റണം. ഓക്കെ, സോ ഫ്ലാഗിൻ്റെ വാല്യൂ എന്താക്കി മാറ്റി? 1 ആക്കി മാറ്റി. നമ്മൾ എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി വരും. സോ നമ്മുടെ ലൂപ്പിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഇത്രയും കാണിച്ചിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ എക്സിറ്റ് ഫ്രം ദ ലൂപ്പ്. അപ്പോൾ ലൂപ്പിനകത്ത് പുറത്തുള്ള ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യും? ഇഫിലേക്ക് പോകും. സോ ഇഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? ഇഫിൽ നമ്മൾ എന്ത് ചെയ്യും? കണ്ടീഷൻ ചെക്ക് ചെയ്യണം. എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഫ്ലാഗിൻ്റെ വാല്യൂ ഇപ്പോൾ എന്താണ്? 1 ആണ്. 1 = 1 ആണെന്ന് ചെക്ക് ചെയ്യും. 1 ഈസ് ഡെഫിനറ്റ്ലി ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രിൻറ്റ് ചെയ്യണം. എന്താണ്? ഗിവൺ നമ്പർ ഈസ് നോട്ട് പ്രൈം. ഗിവൺ നമ്പർ ഈസ് നോട്ട് പ്രൈം എന്ന് പറഞ്ഞ് നമ്മൾ ഡിസ്പ്ലേ ഔട്ട് ചെയ്യിക്കും. സോ ഇത്രയേ ഉള്ളൂ പ്രൈം ഓർ നോട്ടിൻ്റെ പ്രോഗ്രാം. ഓക്കെ.